ഒരു സമയത്ത് കൊല്ലത്ത് സ്വന്തം കുഞ്ഞിനെ ഒരമ്മ പ്രസവാനന്തരം കൊന്നുകളഞ്ഞ കഥ മലയാളികളെല്ലാവരും കേട്ടുണർന്ന ഒരു വാർത്ത തന്നെയാണ്. ആ അമ്മ ദിവ്യ ജോണി എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ശേഷം ആ അമ്മ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അന്നാണ് സ്ത്രീകൾക്ക് പ്രസവാനന്തരം ഉണ്ടാകുന്ന പല ഡിപ്രഷനുകളെ കുറിച്ചും പലരും തിരിച്ചറിയാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞേ മതിയാകൂ. അന്നത്തെ ആ ദിവ്യ ജോണി ഇപ്പോൾ അന്തരിച്ചിരിക്കുകയാണ്. ഈ വിവരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്ന പ്രധാന വാർത്ത. വളരെ മോശമായ മാനസികാവസ്ഥയിലൂടെയായിരുന്നു ദിവ്യ ഭർത്താവിന്റെ വീട്ടിൽ ജീവിച്ചു പോയത്. ആ സമയത്തായിരുന്നു ദിവ്യയ്ക്ക് ഒരു കുഞ്ഞും കൂടെ പിറന്നത്. ശേഷം വീട്ടിലേക്ക് പോവുകയും അതിനുശേഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് വരികയും വലിയൊരു പ്രതീക്ഷയോടെ ജീവിതം ആരംഭിക്കാമെന്ന തരത്തിലായിരുന്നു ദിവ്യ തന്റെ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തിയത്. എന്നാൽ വീണ്ടും വലിയ മാനസിക പ്രയാസങ്ങളിലൂടെയായിരുന്നു ദിവ്യ വീണ്ടും കടന്നുപോയത്. പ്രസവാനന്തരമുള്ള മാനസിക പ്രയാസങ്ങളും മറ്റും ദിവ്യയെ വല്ലാതെ തളർത്തിയിരുന്നു, മാനസികമായും ശാരീരികമായും. അന്ന് ആ സ്ത്രീ കണ്ടെത്തിയ ആശ്വാസമാർഗം തന്റെ മകളെ കൊലപ്പെടുത്തുക എന്നുള്ളതിലായിരുന്നു. കുഞ്ഞിനെ എങ്ങനെ കൊന്നു എന്നുള്ളതിന് ഇന്നും ദിവ്യയ്ക്ക് ഉത്തരമില്ല. ആ അമ്മയുടെ കഥ ഇന്നും മലയാളികൾ മറന്നിട്ടില്ല. ദിവ്യ ആളുകളുടെ മുന്നിൽ കുറ്റക്കാരിയാണ് എന്നുണ്ടെങ്കിൽ പോലും അന്നത്തെ അവളുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് ഇന്നും പലർക്കും തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഇത് അന്നത്തെ ആ ദിവ്യ ജോണി അന്തരിച്ചിരിക്കുകയാണ്. ഈ വിവരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത്. നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത്. മരണകാരണം എന്താണെന്ന് വ്യക്തമല്ല. ദിവ്യ ജോണി അന്തരിച്ചു.